തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ നടപടിക്ക് നീക്കം നടക്കുകയാണ്. ഹാരിസ് തുറന്നു പറച്ചിൽ നടത്തിയ സമയത്ത് മന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ചതാണ്. നല്ല ഡോക്ടറാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് മന്ത്രി വീണ ജോർജ് അന്ന് നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ ജോർജ് ആ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. സിസ്റ്റം തകരാറാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് എന്ന് പറഞ്ഞ വീണ ജോർജാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞ് ഡോക്ടറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അച്ചടക്ക നടപടി സ്വാഭാവികമാണെന്നാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകിയത്. അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി. നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ MP ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്നും ഉപസമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി പറയുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ സ്വാഭാവികമായിട്ടുള്ള ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. അത് തിരുവനന്തപുരത്ത് MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൽ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടി ക്രമം മാത്രമാണ്. DME ആണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇതേക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലും വിശദമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണത്തേക്ക് വികാരാധീനനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഡോക്ടറുടെ പ്രതികരണം കേൾക്കാം. ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത്, ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിന്റിംഗ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. ഡോക്ടറുടെ വാക്കുകളാണ് ഇത്. പക്ഷേ പ്രതികാര നടപടിയുടെ ഭാഗമായല്ല വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. അത് സമിതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇതില് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ. ഈ നോട്ടീസ് അങ്ങനെയൊന്നും, ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അല്ല അങ്ങനെയല്ലല്ലോ, ഇതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ സമിതി വെക്കില്ലല്ലോ. അല്ല, അതിലെന്താ അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. അത് ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ്. അത് റൊട്ടീനായിട്ടുള്ള നടപടിയാണ്. ഇതാണ് മന്ത്രിയുടെ പ്രതികരണം. ഈ ഡോക്ടറെ കുറിച്ച് തുടക്ക സമയത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ നല്ല ഡോക്ടറാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതും സിസ്റ്റം എററിനെ കുറിച്ചാണ്, സിസ്റ്റം തകരാറിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞതെന്നും അത് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്നും പറഞ്ഞയാളാണ് മന്ത്രി വീണ ജോർജ്. പക്ഷേ അതിനുശേഷം ചില കാര്യങ്ങൾ പർവ്വതീകരിച്ച് ആരോഗ്യവകുപ്പിനെ മുഴുവനായിട്ട് മോശക്കാരായി ചിത്രീകരിക്കുകയാണ് ഈ ഡോക്ടർ ചെയ്തത് എന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിനുശേഷമാണ് സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും നിലപാട്, ഡോക്ടർ ഹാരിസിനോടുള്ള നിലപാട് മാറിയത്. ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ വിവരമില്ല. അത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും അതിന് മറുപടി കിട്ടിയില്ല എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, അവിടെ MP ഫണ്ടിൽ നിന്ന് വാങ്ങിയ
ഉപകരണങ്ങളിൽ ചിലത് കാണാതായിട്ടുണ്ട് എന്ന്. സ്വാഭാവികമായിട്ടും യൂറോളജി വിഭാഗത്തിന്റെ തലവൻ എന്ന രീതിയിൽ അതിന് മറുപടി പറയേണ്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. അപ്പോൾ ഡോക്ടറെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു അണിയറയിൽ. അങ്ങനെയാണോ കരുതേണ്ടത്? അതോ ഒരു താക്കീതിൽ മാത്രം ഒതുങ്ങുമോ ഡോക്ടർക്കെതിരായ നടപടി? മഞ്ജുഷ്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഈ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന്, മതിയായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് അത് പല പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നായിരുന്നു ആദ്യം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തൽ. ആദ്യം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പിന്നീട് അത് മാധ്യമങ്ങളോട് അതേ നിലപാട് ആവർത്തിച്ചു. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീടുണ്ടാകുന്ന വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഈ വ്യത്യസ്തമായ ഒരു, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ പറഞ്ഞ നിലപാടിന് വിരുദ്ധമായ മറ്റൊരു പരാമർശത്തിലേക്ക് അവരെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഓസിലോസ്കോപ്പ് എന്ന 20 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഒരു ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. മാത്രവുമല്ല, ബോധപൂർവം പല ഉപകരണങ്ങളും ഈ യൂറോളജി വിഭാഗത്തിൽ കേടുവരുത്തിയിട്ടുണ്ട്, അതിൻ്റെ ക്ഷമത ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നും ഈ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ വിലപിടിപ്പുള്ള എല്ലാ ഉപകരണങ്ങളെയും എസ്റ്റിമേറ്റ് എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ബോധപൂർവം ഈ ഉപകരണങ്ങൾ ഇങ്ങനെ പ്രവർത്തനരഹിതമാക്കിയത് എന്നതിലേക്ക് അന്വേഷണം എത്തും. അതോടൊപ്പം ഈ ഓസിലോസ്കോപ്പ് എന്ന വിലപിടിപ്പേറിയ ഉപകരണം കാണാതായത് എങ്ങനെയാണ് എന്ന കാര്യത്തിലേക്കും വിശദമായ അന്വേഷണം എത്തും. അങ്ങനെയാണ് എങ്കിൽ അതൊരു മോഷണ കുറ്റമായി മാറും. ആരോഗ്യവകുപ്പ് നടത്തുന്ന അന്വേഷണത്തിനും വിദഗ്ധ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനുമൊക്കെ അപ്പുറത്തേക്ക് പോലീസിന്റെ അന്വേഷണം കൂടി വിഷയത്തിൽ അനിവാര്യമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ബോധപൂർവം നടക്കുന്ന ഒരു നീക്കമാണോ ഇത്, അതോ അതിനപ്പുറത്തേക്ക് ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരാനുള്ളത്. അതായത് ഒന്നുകിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഈ ഒരു സംഭവത്തിൽ പ്രതിരോധത്തിലാക്കാൻ ബോധപൂർവമായ ഒരു നീക്കം നടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതല്ല എങ്കിൽ അന്വേഷണ സമിതി, ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത് പോലെ ഇങ്ങനെ വസ്തുക്കൾ, വിലപിടിപ്പേറിയ ഉപകരണങ്ങളടക്കം അവിടെ നിന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നതിലേക്ക് അന്വേഷണം അനിവാര്യമായി വരും. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കണമെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം കൂടി അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതോടൊപ്പം യൂറോളജി വിഭാഗത്തിൽ മേധാവിയും മറ്റ് ഡോക്ടർമാർക്കുമിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ കുടിപ്പക ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വഴി തെളിച്ചിട്ടുണ്ടോ എന്ന ഇതിനകത്ത് ഇനിയൊരു ഡോക്ടറും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തരുത്, അങ്ങനെയുള്ള വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം